ആദ്യമായി തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ജോബിന് വിൽസൺ. ഞാൻ കൊല്ലം ജില്ലയിലെ ആയൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ടൊന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ഓഗസ്റ്റ് 23-ാം തീയതിയാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വന്നപ്പോൾ എനിക്കങ്ങനെ അധികമായിട്ടൊന്നും വിശ്വാസം വന്നില്ല. കാര്യം നേരത്തെ തന്നെ എനിക്ക് മാതാവിൻ്റെ വിശ്വാസമുണ്ട്. പക്ഷേ എന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാലേ മാതാവ് കേൾക്കുന്നൊക്കെ ഉണ്ടോയെന്നൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു ഉടമ്പടിയിൽ വെച്ചത് എനിക്ക് സംസാരിക്കാനുള്ള പ്രശ്നമൊന്നും മാറ്റിത്തരണമെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. ഇപ്പോൾ സംസാരിക്കാനുള്ള പ്രശ്നം മാറ്റിയില്ലെങ്കിലും ഒരു 4 ആളുടെ മുന്നിൽ ഒന്ന് ഇറങ്ങി നിന്ന് നല്ല എന്താ പറയുക ഒരു നല്ല ആത്മധൈര്യത്തോടൊന്ന് സംസാരിക്കണമെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഇങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായിട്ട് വെച്ച് ഇത് നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ സംസാരിക്കാനുള്ള പ്രശ്നമൊന്നും മാറ്റി തന്നില്ലെങ്കിലും എനിക്ക് 4 ആളുടെ മുന്നിലൊന്ന് എന്താ പറയുക ഒരു ആത്മധൈര്യത്തോടെ ഒന്നൊരു സംസാരിക്കാനുള്ളൊരു കഴിവ് തരണമെന്നാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 5 വയസ്സ് വരെ ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. അങ്ങനെ 5 വയസ്സായപ്പോഴത്തേക്കും എന്നെ എന്താ പറയുക ഒരു മാതാവിൻ്റെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് അങ്ങനെ ഈ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞപ്പം സിസ്റ്റർ പറഞ്ഞ് ഇങ്ങനെ ഉടമ്പടി തൈലവും ഉപ്പും കൂടെ വെച്ച് നാക്കിൽ വെച്ച് എല്ലാ ദിവസവും ഈ വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതി, എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞ്. അങ്ങനെ ആദ്യമൊന്നും എനിക്കങ്ങോട്ട് ഒരു വിശ്വാസം വന്നില്ല. അങ്ങനെ സിസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ചെയ്തു നോക്കി. അങ്ങനെ പ്രത്യേകിച്ച് മറ്റേ സിസ്റ്റർ പറഞ്ഞ ഒരു വാക്കാണ് എന്നിൽ ഏറ്റവും കൂടുതൽ ഒരു ധൈര്യം തന്നത്. കാര്യം ഈ വിക്കനായ മറ്റേ മോശയ്ക്ക് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വിക്ക് മാറ്റിത്തരുമെന്ന് സിസ്റ്ററിനോട് പറഞ്ഞ്. അങ്ങനെ ഞാനങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് അങ്ങനെ ഒരാഴ്ച ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ രാത്രിയിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ സ്വപ്നം കണ്ടു. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്തൂടെ ഒരു പ്രകാശം ഇങ്ങനെ വന്നിട്ട് എൻ്റെ നാക്കിലിങ്ങനെ തൊടുന്നതായിട്ട് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ട്. അങ്ങനെ എൻ്റെ വിക്ക് മാറിയെന്ന് ഞാനിങ്ങനെ എന്താ പറയുക ഇങ്ങനെ അലറി വിളിച്ചപ്പോഴത്തേക്കും വീട്ടുകാരെല്ലാം കൂടെ ഓടി വന്ന് അങ്ങനെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ എന്താ പറയുക ഇതിന് മുന്നേ വരെ എന്നെ ഒരു 3-ാം ക്ലാസ് മുതൽ ഒരു 10-ാം ക്ലാസ് വരെ എന്നെ എല്ലാ കൂട്ടുകാരുമായിട്ട് കളിയാക്കുമായിരുന്നു. എന്നെ വിക്ക എന്തോന്നി പൊട്ടനാന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേയായിട്ട് കളിയാക്കുമായിരുന്നു. അങ്ങനെ ആദ്യമൊക്കെ ഞാൻ കുറേയൊക്കെ എന്താ പറയുക ഞാൻ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ കരഞ്ഞ് സത്യം പറഞ്ഞാൽ കണ്ണീരെല്ലാം പറ്റിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എന്നെ തന്നെ ഒരു വിശ്വാസമായിരുന്നു. കാര്യം ഇതെന്തെങ്കിലും മാറും, ഇത് മാതാവായിട്ട് മാറ്റിത്തരുന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാനിപ്പം ഇങ്ങനെ ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഒരേ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ഇപ്പം എൻ്റെ സംസാരിക്കാനുള്ള പ്രശ്നം പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ തന്നെ ഇങ്ങനെ 4 ആളുടെ മുന്നേ ഒന്നൊരു സംസാരിക്കാൻ ഒരു ആത്മധൈര്യവും ഒരു വിശ്വാസം എന്നത് മാതാവാണ്. അപ്പോൾ അതിനായിട്ട് മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഈ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഞാൻ ഉഴപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ക്ലാസ്സിൽ കയറത്തില്ല. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും കൂട്ടുകാരായിട്ട് കൂടി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കാര്യമൊക്കെയൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മരത്തിൻ്റെ മൂട്ടിൽ പോയിരുന്ന കമൻ്റ് അടിക്കുക അങ്ങനെയുള്ള കൊച്ചു പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും ക്ലാസ്സിലൊന്നും കയറാതായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും പരീക്ഷയുടെ സമയം ഇങ്ങനെ അടുത്ത് വരുമായിരുന്നു. പരീക്ഷ സമയം അടുത്ത് വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എല്ലാ കാര്യങ്ങളും അറിയാലേ. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് സെമി സപ്ലി ഉണ്ട്, 4ാമത്തെ സെമി സപ്ലി ഉണ്ട്. അങ്ങനെ സപ്ലികളുടെ ഒരു കൂമ്പാരത്തിൽ പെട്ടേക്കായിരുന്നു ഞാൻ. അങ്ങനെ മാതാവോട് ഞാൻ പ്രാർത്ഥിച്ചപ്പം മാതാവ് പറഞ്ഞ് എല്ലാം ഓക്കെ ആകും, പ്രശ്നമൊന്നുമില്ല, പേടിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് ആരോ ഒന്ന് പറയുന്ന പോലെ എന്താ പറയുക ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനങ്ങനെ ഒന്ന് മാതാവ് എടുത്ത് ഞാൻ ഉടമ്പടിയൊക്കെ എടുത്ത് ഞാനങ്ങനെ ഇവിടുത്തെ ഉടമ്പടി പത്രമൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പരീക്ഷ അടുക്കാറായ സമയത്ത് ഞാൻ എവിടെ നിന്നൊക്കെയോ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കുറേ നോട്ടൊക്കെ ഒപ്പിച്ചെടുത്ത് ഞാനിരുന്ന് പഠിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് വായിക്കും, ആ സമയത്ത് തന്നെ മനസ്സിൽ നിൽക്കും, പിന്നെ അങ്ങ് മറന്നു പോകും. അങ്ങനെ ഞാനങ്ങനെ ഒരുപാടൊന്ന് വിഷമിച്ച് കരഞ്ഞ കാര്യം വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്ന് പറഞ്ഞാൽ മമ്മിക്കും പപ്പയ്ക്കൊന്നും അധികമായിട്ടൊന്നും വയ്യ. കാര്യം മമ്മിക്ക് മുട്ടുവേദന, പപ്പയ്ക്ക് നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ എന്താ പറയുക, ഒരുപാടധികം പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ പോയത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാനായിട്ട് പോലും ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. എന്താ പറയുക, പപ്പയുടെ സഹോദരങ്ങൾ പോലും എന്താ പറയുക ഞങ്ങൾ സഹായിക്കാനില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും അങ്ങനെ വീട്ടുകാർ പറഞ്ഞു, എടാ നീ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കും, നീ കൃപാസനത്തിൽ പോയി നീ ഉടമ്പടിയൊക്കെ എടുത്തിട്ടില്ലയോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ മാതാവിനോട് ഞാൻ കാശ് രൂപമൊക്കെ ഞാൻ പിടിച്ച് പ്രാർത്ഥിച്ചു, അമ്മ എന്നെ കൈവിടല്ലേ, എനിക്കാണെങ്കിൽ ഈ ലോകത്ത് ചോദിക്കാനായിട്ട് വേറെ ആരുമില്ല, എന്താ പറയുക ഞങ്ങളെ സഹായിക്കാനായിട്ട് പോലും ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം എന്താ പറയുക, രാത്രിയിൽ ഞാനങ്ങനെ എന്താ പറയുക ഞാൻ കിടന്ന് കരഞ്ഞ ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിറ്റേ ദിവസം ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ പത്രിക ഞാനാണെങ്കിൽ ബസ് സ്റ്റാൻഡിലും പിന്നെ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൃപാസന പത്രമൊക്കെ കൊണ്ട് കൊടുത്ത് പരീക്ഷയ്ക്ക് കയറി ഇരുന്ന സമയത്ത് പോലും എൻ്റെ മനസ്സ് പറഞ്ഞു, എടാ നിനക്ക് കിട്ടത്തില്ലടാ, നിനക്ക് വീണ്ടും സപ്ലൈ അടിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ മറ്റേ ഈ കാശ് രൂപം ഉണ്ടായിരുന്നു. അങ്ങനെ കാശ് രൂപം ഞാൻ കയ്യെ പിടിച്ച് ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ കിട്ടിയതും ഓർമ്മയുണ്ട്, പിന്നെ എന്തോ സംഭവിച്ചെന്ന് അത് എനിക്ക് പോലും ഓർമ്മയില്ല. കാര്യം ഓരോ ക്വസ്റ്റ്യനും ഞാൻ 1.5 പേപ്പർ 2 പേപ്പർ 3 പേപ്പർ വെച്ചാണ് ഞാൻ അങ്ങോട്ട് എഴുതിയത്. കാര്യം എന്ന് പറഞ്ഞാൽ ആരോ ഒരാളിങ്ങനെ മനസ്സിരുന്ന് ഇന്ന ചോദ്യത്തിന് ഉത്തരം ഇതേപോലെ എഴുതിയാൽ നീ പാസ്സാവും, എന്തോ നിനക്ക് നല്ല മാർക്ക് കിട്ടുന്നൊക്കെ എൻ്റെ മനസ്സിങ്ങനെ ആരോ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫൈനൽ ഇയറിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ അത്യാവശ്യം കുറച്ച് ക്ലാസ്സിലൊക്കെ കയറാൻ നടന്നുകൊണ്ട് തന്നെ എന്നെ ആരും ഒരു ഗ്രൂപ്പിലും കയറ്റിയില്ല. എന്ന് വെച്ചാൽ ഫസ്റ്റിലൊക്കെ എന്നെ ഒരു ഗ്രൂപ്പിൽ കയറ്റാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മറ്റേ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ പേര് കൊടുത്തപ്പോൾ അതിനകത്ത് എൻ്റെ പേര് അവർ കൊടുത്തില്ല. അങ്ങനെ ഒരുപാട് ഞാൻ വിഷമിച്ച്, മാതാവേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, എനിക്കാണെങ്കിൽ വലിയ മാർക്കൊന്നും വേണ്ട, മറ്റേ എല്ലാവർക്കും എല്ലാവരും പാസ്സാവുന്ന പോലെ ഒന്ന് പാസ്സാക്കി തന്നാൽ മതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ടൊന്ന് ചോദിച്ച്, നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം, നമ്മളിപ്പോൾ 5 പേരില്ലേ 5 പേര് നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം, നമുക്കെല്ലാം എല്ലാം കൊണ്ട് സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം സെറ്റായി. പക്ഷേ ആ സമയത്ത് എനിക്കൊരു വിശ്വാസം വന്നില്ല. കാര്യം ഒരാൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്ന് എന്നോട് ചോദിക്കുന്നത് നമുക്കൊരു ഗ്രൂപ്പിൽ കയറിയാലോ എന്ന്. കാര്യം അന്നേ വരെ എന്നെ അങ്ങനെ ആരും എന്താ പറയുക വലുതായിട്ടൊന്നും ഒരു എന്താ പറയുക ഞാൻ പറയുന്ന ഒരു വാക്കിന് പോലും ഒരാൾ വില ലഭിച്ചിട്ടില്ല. കാര്യം എൻ്റെ സംസാരിക്കാനുള്ള പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രോജക്റ്റെല്ലാം ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളെല്ലാം ഓക്കെ ആക്കി കൊണ്ടുവന്ന് അങ്ങനെ ലാസ്റ്റ് വൈവ ദിവസമായപ്പോഴത്തേക്കും ഞങ്ങൾക്കിത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത്രയല്ലേ ഓക്കെ ആക്കി തന്നില്ലയോ, ബാക്കിയും കൂടെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക, എല്ലാം ഒന്ന് സെറ്റാക്കി തരാൻ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വൈവ എല്ലാം കഴിഞ്ഞ് അങ്ങനെ 2 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് 6ാമത്തെ സെമസ്റ്ററിൽ ഞങ്ങൾക്ക് റിസൾട്ട് വന്നു. ഞാൻ അത്രയും ദിവസം എഴുതിയ പരീക്ഷയുടെ ഫലമായിട്ട് എനിക്ക് 60% മാർക്കോടുകൂടി ഞാൻ അവസാനത്തെ വർഷം ഞാൻ വിജയിച്ച്. പിന്നെയെന്ന് പറഞ്ഞാൽ മറ്റേ പ്രോജക്റ്റിൻ്റെ വിഷയത്തിന് തന്നെ ഏകദേശം 95 മാർക്കോടുകൂടി ഞങ്ങൾ പാസ്സായെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഏറ്റവും വലിയ മാർക്കാണ് ഈ 95 മാർക്ക്. അപ്പോൾ അത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ 3ാമത് വെച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിക്ക് വിദേശത്ത് ഒരു നേഴ്സായിട്ടൊരു ജോലി കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വരുമ്പോൾ മാതാവിനോട് പറയും, മാതാവേ എൻ്റെ ചേച്ചിയുടെ കാര്യമൊന്നും ആയില്ലല്ലേ, ഞാനിങ്ങനെ കുറേ നാളുകൊണ്ട് വരുന്നില്ലേ, അതോ ഇനി അത് നടക്കത്തില്ലയോ എന്നെല്ലാം ഞാൻ ഒരുപാട് എന്താ പറയുക ഞാൻ മുട്ടിന്മേൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രാവശ്യം വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് എന്താ പറയുക അങ്ങനെ അവസാനം ഈ മെയ് മാസം ആയപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഇങ്ങനെ ദുബായിലേക്ക് നേഴ്സായിട്ട് പോകണമെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, എടി ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയി ഞാൻ അങ്ങനെ ഉടമ്പടി എഴുതിയിട്ട് ഇങ്ങനെ നിൻ്റെ കാര്യം ഞാൻ വെച്ചായിരുന്നു എന്നെല്ലാം ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞ്, എനിക്കങ്ങനെ ഇങ്ങനെ മറ്റേ ഈ ഉടമ്പടി എടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്നതൊന്നും വിശ്വാസമല്ല, പക്ഷേ മാതാവിൽ വിശ്വാസമാണ്. കാര്യം മാതാവിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഓരോ ദിവസം ഓരോ എന്താ പറയുക ഒരു വലിയ അനുഗ്രഹം കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ അനുഗ്രഹം കിട്ടുന്നെങ്കിലും എന്നോട് പറഞ്ഞ്. അങ്ങനെ മെയ് മാസം ആയപ്പോഴത്തേക്ക് ചേച്ചി ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി അങ്ങനെ ആ സമയത്തെല്ലാം എന്നോട് പറയുന്ന
ആടെ എക്സാമൊക്കെ ഭയങ്കര പാടാ. കാര്യം ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര കട്ടിയ. അത് മാത്രമല്ല ഈ ഇംഗ്ലീഷിലൊക്കെ നല്ല ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, മാതാവ് കൈവിടത്തില്ല. കാര്യം എനിക്ക് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാമെങ്കിൽ നിനക്കത് കിട്ടാനായിട്ട് യാതൊരു പാടുമില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി ആദ്യമേ ഡേറ്റ് എടുത്തപ്പോഴത്തേക്കും അതൊന്നും ശരിയായില്ല. അങ്ങനെ രണ്ടാമത് എടുത്തപ്പോഴത്തേക്കും അത് 5-ാം തീയതിയാണ് എടുത്തത്. അതായത് ഈ ജൂലൈ 5 ചേച്ചി എടുത്തത്. അങ്ങനെ ജൂലൈ 5 എടുത്ത് എക്സാം എഴുതാൻ പോയപ്പോഴും ചേച്ചി പറഞ്ഞ്, ഇല്ലടാ അത് കിട്ടത്തില്ല, ഭയങ്കര പാടായിരുന്നു, കിട്ടത്തില്ല, അങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടീ നീ മാതാവിൻ്റെ കാശുരൂപം വെച്ച് നീ പ്രാർത്ഥിച്ചില്ല. അങ്ങനെ പറഞ്ഞു, എടാ പ്രാർത്ഥിച്ച് എന്താ പറയുക, പക്ഷേ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. കാര്യം ഞാൻ എഴുതുന്ന ഓരോ ക്വസ്റ്റ്യന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അത് 7-ാം തീയതി ആയപ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഒരു 12 ആയപ്പോഴാണ് റിസൾട്ട് വന്നത്. അത്രയും നേരം ചേച്ചി കരഞ്ഞ് പ്രാർത്ഥിച്ച്, ഞാനാണെങ്കിൽ മുട്ടിമേളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താ. അന്നേരം ഞാൻ പറഞ്ഞു, എടി നിനക്ക് കിട്ടും, യാതൊരു കുഴപ്പമില്ല കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ചേച്ചിക്ക് നല്ല മാർക്കോടുകൂടി ചേച്ചിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ 2022 ഓഗസ്റ്റ് 23-ാം തീയതി ഒന്ന് എടുത്ത്, അങ്ങനെ അടുത്ത ആഴ്ച ഓഗസ്റ്റ് 23-ാം തീയതി ചേച്ചി ദുബായിലോട്ട് പോവുക. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് 1000 നന്ദി പറയുന്നു. കാര്യം ഇത്രയും പോലും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ 4-ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പപ്പയാണെങ്കിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് പ്രമേഹ രോഗിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യമായിട്ട് കിട്ടിയൊരു അസുഖമായിരുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും പപ്പയ്ക്ക് ഇടയ്ക്ക് വെച്ചിങ്ങനെ ഷുഗർ എന്താ പറയുക, ഒരു നോർമൽ അല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് 25 വർഷമായാലും ഇത് കിഡ്നിയെ ബാധിച്ച് കാണുമെന്ന് പറഞ്ഞ്. പക്ഷേ ആ സമയത്തല്ല ഞാൻ പറഞ്ഞ്, പപ്പയെ കുഴപ്പമൊന്നുമില്ല, കാര്യം കൃപാസനത്തിൽ പോയി ഞാൻ എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ്. പക്ഷേ ആ സമയത്ത് ഞാൻ എല്ലാ ദിവസവും എന്താ പറയുക, മറ്റേ ഈ ഉടമ്പടി പ്രാർത്ഥന ഒന്നും ഞാൻ മുടക്കിയിട്ടില്ല. ആ സമയത്ത് ഞാൻ കാശ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ പപ്പയ്ക്കൊന്നും ഒരു കുഴപ്പം വരില്ല. കാര്യം ഇത്രയും വർഷം അവർ കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക, അവസാന നിമിഷം അവർക്ക് കഷ്ടപ്പാടൊന്നും കൊടുക്കല്ലേ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ പരിശോധന ഫലം വന്നപ്പോൾ പപ്പയുടെ കിഡ്നിയിൽ 2 ചെറിയ സ്റ്റോൺ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത്രയും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് മാതാവ് എന്താ പറയുക, ഒരു ചെറിയൊരു കിഡ്നി സ്റ്റോണിലൂടെ അതൊന്ന് ഒതുക്കി തന്നതിനായിട്ട് ഒരുപാട് നന്ദി പറയുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ അവസാനത്തെ ആ ഒരു ബോട്ടിൽ മരുന്ന് അതിപ്പോഴും പൊട്ടിക്കാതെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ മാതാവിനോട് 1000 നന്ദി പറയുന്നു. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ ബാത്റൂമിൽ പോകുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ പഴുപ്പും ചോരയായിട്ടാണ് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ മമ്മിക്ക് ഇങ്ങനെ ഫൈൽസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരാൾക്കും ഇതേപോലെ വന്നപ്പം ഇപ്പോൾ പുള്ളിക്ക് ക്യാൻസറാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് അങ്ങ് പേടിച്ചു പോയി. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് കാണിച്ചു തന്നു, ഇങ്ങനെ ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിച്ച് അധികം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ഇങ്ങനെ കൃപാസനത്തിൻ്റെ ഈ ഉപ്പൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മമ്മിക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി കരയറ്റുന്നു. അപ്പോൾ സത്യത്തിൽ ഇത്രയും തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പറയാൻ പോലും എനിക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാര്യം എൻ്റെ ഈ സംസാരിക്കുള്ള പ്രശ്നം കാരണം. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ സഹായിച്ച മാതാവിന് 1000 നന്ദി പറയുന്നു. വാക്കുകളില്ല നന്ദി പറയാൻ. ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, ഇതെൻ്റെ അമ്മ വീടാണ്. അമ്മ വീട്ടിൽ മക്കളെപ്പോഴും സുരക്ഷിതരാണ്. എന്നൊക്കെ എൻ്റെയും എൻ്റെ കുടുംബത്തിലും തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? കൃപാസന ഉടമ്പടിയുടെ അടിസ്ഥാന ശിലയായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ അക്ഷരം പ്രതി അമ്മ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 2018 മുതൽ ജൂലൈ 26 ഉടമ്പടി എടുത്ത് നാളിതുവരെ
അമ്മയുടെ കരം പിടിച്ച് കൂടെ നടക്കുന്നതിന് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ തരുന്ന പ്രതിഫലമാണെന്നാണ് എൻ്റെ വിശ്വാസം. മിറക്കിളുകളുടെ ഒരു പെരുമഴയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്, എൻ്റെയും കുടുംബത്തിൻ്റെയും. എൻ്റെ വീട് ആലപ്പുഴയാണ്. എൻ്റെ പേര് PJ ജയമോഹൻ. ഇതെൻ്റെ മകളാണ്, ഇതെൻ്റെ മകൻ, ഏക കുഞ്ഞ്. രണ്ടുപേരും BTech പാസ്സായി സിംഗപ്പൂരിൽ എൻജിനീയറിംഗ് ജോലി ചെയ്യുന്നു. എൻ്റെ മകള് 2021 ഗർഭവതിയായപ്പോൾ 4-ാം മാസമാണ് ചേർത്തല കിൻഡറിൽ കൊണ്ടുപോയി പരിശോധന ആരംഭിക്കുന്നത്. ആദ്യത്തെ പരിശോധനയിൽ തന്നെ ഉദരശിശുവിൻ്റെ സ്കാനിങ്ങിൽ ഡോക്ടർ എന്തോ ഒരു അവ്യക്തത പറഞ്ഞു. ചബ്ബി ബേബിയെപ്പോലെ തോന്നുന്നു, ഉദരം തീരെ ചെറുതാണ്, ഫ്ലൂയിഡ് ഭയങ്കരമായി കെട്ടിക്കിടക്കുന്നു. ഇതെല്ലാം ഹൈ റിസ്കിൻ്റെ ലക്ഷണമാണ്. തിരിച്ച് കിൻഡറിൽ നിന്ന് വരുമ്പോൾ അന്ന് നിങ്ങൾ ഓർക്കണം, കൊറോണയുടെ നല്ല വ്യാപനത്തിൻ്റെ സമയമാണ്. സെക്യൂരിറ്റിയുടെ അടുത്ത് നിന്ന് പ്രത്യേക പെർമിഷൻ വാങ്ങി ഈ നട ഞാൻ പറയുന്നത് എൻ്റെ മടിത്തട്ടെന്നാണ്. എപ്പോഴൊക്കെ ആ മടിത്തട്ടിൽ ഞങ്ങളുടെ കണ്ണീര് വീണിട്ടുണ്ടോ, അമ്മ അന്നൊക്കെ വെറുതെ തുടയ്ക്കുകയല്ല, മടിയിൽ ചേർത്ത് പിടിച്ച് തുടച്ച് തന്നിട്ടുണ്ട്. അന്നും എൻ്റെ മോളുമായി, എൻ്റെ ഭാര്യയുമായി പ്രിനു വന്ന് സിംഗപ്പൂരാണ്. ഇവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ കുറേ കണ്ണീരൊഴുക്കിയിട്ട് പറഞ്ഞു, അമ്മേ, എൻ്റെ മകളുടെ കുഞ്ഞ് അവിടെ പ്രതീക്ഷയാണ്, അമ്മ തന്നെ ഉദരത്തിൽ ചെന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണം. ദിവസങ്ങൾ കടന്നു. സ്കാനിങ് റിപ്പോർട്ട് ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോൾ വളരെ വേഴ്സ്റ്റായി വരുന്നു. 6-ാം മാസത്തെ പരിശോധനയിൽ കിൻഡറുകാർ പറഞ്ഞു, വി ആർ ഹെൽപ്ലെസ്, ഫീറ്റൽ എക്സ്പേർട്ടിനെ കാണണം. അവസാനം അമൃതയിലെ പെർനറ്റോളജി ഹെഡ് വിവേക് സാറിനെ പോയി കണ്ടു. അദ്ദേഹം സ്കാൻ ചെയ്ത് ആ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് സിസ്റ്റത്തിലിട്ട് കാണിച്ചു. ഒന്നേ നോക്കിയുള്ളൂ, ഈ പൊന്നോമനയെ, ചബ്ബി ബേബി എന്ന് പറഞ്ഞത് കറക്റ്റ്. എന്നിട്ട് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പറഞ്ഞു, അന്നനാളവും ശ്വാസനാളവും ഒട്ടിപ്പോയി, ശ്വാസനാളത്തിനൊരു സുഷിരവുമായി അധികം താമസിയാതെ അന്നനാളം 2ആയി അറ്റുമാറും. നിങ്ങൾ ഓർക്കണം, 6 മാസമാണ് കുഞ്ഞ്. ഒന്നും നോക്കിയില്ല. അവർ പറഞ്ഞു ഫ്ലൂയിഡ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു, അതുകൊണ്ട് നേരത്തെ അഡ്മിറ്റ് ചെയ്ത് ഫ്ലൂയിഡ് എടുത്ത് മാറ്റണം. എന്നാലും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല. തിരിച്ച് നേരെ വന്നത് എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ ജീവിതത്തിലെ, എനിക്ക് കരം തന്ന് കൂടെ നടക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് കരം തന്ന് എന്നെ ധൈര്യപ്പെടുത്തുന്ന ജോസഫ് അച്ഛൻ്റെ അടുക്കലേക്കാണ്. അച്ഛൻ എൻ്റെ മകളെ ആശീർവദിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായി പോ, അച്ഛൻ്റെ കൂടെ അമ്മയുള്ളതല്ലേ. ആ വിശ്വാസത്തിൽ തിരികെ പോന്നു. 8-ാം മാസം അവർ പറഞ്ഞു, പ്രിമച്വർ ഡെലിവറി ചെയ്ത് കുഞ്ഞിനെ എടുത്താൽ കുഞ്ഞിനെ സർജറി ചെയ്യാൻ പറ്റുകയില്ല. ഹൈ റിസ്ക് ആണെങ്കിലും നമ്മളൊരു ഇത് റിസ്ക് എടുക്കാൻ പോവുക. ഇവിടെ നേരത്തെ വന്ന് അഡ്മിറ്റ് ചെയ്യും, ഫ്ലൂയിഡ് എടുത്ത് മാറ്റട്ടെ, കുഞ്ഞിന് പരമാവധി മെച്യൂരിറ്റി കിട്ടട്ടെ, എന്നിട്ട് സർജറിയിലൂടെ മോളുടെ ഉദരത്തിൽ നിന്നും കുഞ്ഞിനെ എടുക്കാം, എന്നിട്ട് കുഞ്ഞിൻ്റെ സർജറി നടത്താം വിതിൻ സെക്കൻഡ്സ്. ഞാനന്ന് എന്തോ മാതാവ് എന്നെ പരീക്ഷിച്ചാണ്. ഞാൻ അച്ഛനെ കാണുവാൻ അപ്പോയിൻമെൻ്റ് എടുത്തു. അന്ന് ഞാൻ പറഞ്ഞില്ലേ, കൊറോണയുടെ കാലമാണ്. ഫോണിലൂടെ വിളിച്ച് എൻ്റെ മോളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ വേവലാതിയിൽ കഴുകാൻ വെച്ചിരുന്ന ലോഷൻ എടുത്ത് വെള്ളമാണെന്നും പറഞ്ഞെടുത്ത് വലിച്ചു കുടിച്ചു. കത്തി ഇറങ്ങിപ്പോയി. ഞാൻ അഡ്മിറ്റായി ആശുപത്രിയിൽ, വയറ് കഴുകണം.
എൻ്റെ മോനുമായി മോൾ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ കുറേ നേരം പ്രാർത്ഥനയിൽ മുഴുകിയിട്ട് ഒരു വിശുദ്ധ തൈലം മുക്കിയ പഞ്ഞി ഡപ്പയിലിട്ട് എൻ്റെ മകളുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ തിയേറ്ററിൽ കയറും വരെ, ലേബർ റൂമിൽ കയറും വരെ വിശ്വാസ പ്രമാണം ചൊല്ലി അടിവയറ്റിൽ കുരിശടയാളം വരച്ചിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ നീ വന്ന് അമ്മയോട് നന്ദി പറയണം. എനിക്കും അവൾ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊന്നും വേണ്ടായിരുന്നു. വൈദ്യശാസ്ത്രം എന്ത് വേണേ പറഞ്ഞോട്ടെ, എനിക്ക് ആ വാക്ക് മതി. അച്ഛൻ എപ്പോഴും പറയാറുള്ള വാക്ക്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രെഡിറ്റ് ഗ്രേസ്. മെറിറ്റ് നഷ്ടപ്പെടുന്നിടത്തെ അമ്മയ്ക്ക് അവകാശമുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാം പറയുമോ അത് അമൃതയിലെ സർജൻ്റെ പ്രത്യേകതയായിരുന്നു എന്ന് പറയും. അവസാനം പ്രിമച്വർ ഡെലിവറി ഒരുമാതിരിയൊക്കെ എത്തിച്ച് മോളെ ലേബർ റൂമിലോട്ട് കയറ്റുകയാണ്. മുടങ്ങാതെ എൻ്റെ ഉടമ്പടി തൈലം ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അവിടെ ഗസ്റ്റ് ഹൗസിലാണ് മുറിയെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, കൊറോണയാണ്. എനിക്ക് മാത്രമേ അകത്ത് ലേബർ റൂമിൻ്റെ വാതിക്കൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത്രയും ദിവസം അഡ്മിറ്റായി 10-15 ദിവസം കഴിഞ്ഞിട്ടും പ്രഭാതത്തിലെ ഉടമ്പടി തിരി രണ്ടും കൊണ്ടുപോയിട്ടുണ്ട് ആവശ്യത്തിന്. പ്രഭാതത്തിലെ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യാ നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും ഞാനും എൻ്റെ ഭാര്യയും മുടക്കാതെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അമ്മയുടെ ഒരു ഫോട്ടോ മുറിയിൽ വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ വൈഫ് പൂപറിച്ച് വെക്കും. കണ്ണീരോടെ ഇവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ വിളിച്ചിട്ട് നേരെ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഓപ്പറേഷൻ്റെ തലേ ദിവസം ഡോക്ടർ ആ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു. വിശ്വാസത്തിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ഡോക്ടർ പറഞ്ഞു, എന്നെ പേരാ വിളിച്ച്, ജയമോഹൻ, വി ആർ ഹെൽപ്ലെസ്. 80% നമ്മൾ സർജറി ചെയ്താലും കുഞ്ഞ് രക്ഷപ്പെടത്തില്ല. 20% മാത്രമേ നമുക്കുള്ളൂ. ഞാൻ ഡോക്ടറിനോട് കൈകൊണ്ട് കാണിച്ചു, ഡോക്ടറെ ഒരു നിമിഷം എൻ്റെ ഉടമ്പടി കാശുരുവെടുത്ത് കൈവെള്ളയിൽ തിരികെ പിടിച്ചുകൊണ്ട് ഏങ്ങിയാണ് പറഞ്ഞത്, എൻ്റെ അമ്മയെ നീ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അമ്മ തോന്നിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴെൻ്റെ നാവിൽ നിന്ന് ഡോക്ടറിൻ്റെ അടുത്ത് വന്നു. അത് അവർ മെഡിക്കൽ കോൺഫറൻസ് കഴിഞ്ഞാണ് വന്നിരിക്കുന്നത്. സർജനുണ്ട്, പെർനറ്റോളജി ഹെഡുണ്ട്, പീഡിയാട്രിക് ഡോക്ടറുണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ 20% ഡോക്ടറിൻ്റെ വക്കലുണ്ടല്ലോ, ബാക്കി 80%വുമായി ഒരാൾ തിയേറ്ററിലുണ്ടാകും. ഡോക്ടർ പണ്ടടിച്ച് പരസ്പരം നോക്കുക, ഇതാരാ? ഞാൻ ഈ ഉടമ്പടി കാശുരവും കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ. 20% എൻ്റെ കുഞ്ഞിനെ രക്ഷയുമായി അമ്മ തിയേറ്ററിലുണ്ടാകും ഡോക്ടറെ. ഡോക്ടർ എന്നെ തട്ടിയിട്ട് പറഞ്ഞു, കൂടെ പോര്. വെന്റിലേറ്റർ ട്രോളിയാണ്. എന്നോട് പറഞ്ഞു, ആരെയും കൊണ്ടുപോകില്ല. എന്നോട് പറഞ്ഞു, കൂടെ പോരെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്കൊരു പെർമിഷൻ കൂടെ വേണം. ഈ ട്രോളി ലിഫ്റ്റ് ഇറങ്ങി അവിടെ തിയേറ്ററിൻ്റെ അവിടെ ചെല്ലുന്നത് വരെ എനിക്ക് കുഞ്ഞിൻ്റെ ട്രോളിയുടെ മുകളിൽ ഈ ഉടമ്പടി കാശുരൂപം പിടിച്ച് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ഒച്ചത്തിൽ, ഞാൻ മാത്രം കേൾക്കണതിനേക്കാൾ ഒരല്പം ഒച്ചത്തിൽ എനിക്ക് ചൊല്ലണം. എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു. ഞാൻ അവിടെ നിന്ന് തിയേറ്റർ വരെ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് എൻ്റെ കുഞ്ഞിനെ യാത്രയാക്കി. തിയേറ്ററിൻ്റെ കവാടം തുറന്ന് 8.5 മണിക്കൂർ നീണ്ട സർജറിക്ക് ശേഷം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പീഡിയാട്രിക് സർജൻ മോഹൻ സാറ് പുറത്തു വന്നു. എൻ്റെ 2 കരവും പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, 80% രക്ഷയുമായി എൻ്റെ അരികിലുണ്ടാവുമെന്ന്, എനിക്കത് ഫീൽ ചെയ്തു. എന്തൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അറിയാമോ എനിക്ക് സർജറിയുടെ സമയത്ത്. സർജറി സക്സസ്സാ. പക്ഷേ വെന്റിലേറ്ററിലാണ് കുഞ്ഞ്. ഓക്സിജൻ ലെവൽ ക്രമാതീതമായി താന്നു പോകുന്നു. 10 ദിവസമായി വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ ഡോക്ടർ അനുവാദം ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല ഡോക്ടറെ, അമ്മയുണ്ട് അവിടെ. അവസാനം ഓഗസ്റ്റ് 24 എൻ്റെ ഓർമ്മ, ഒരു ചൊവ്വാഴ്ച. തിയേറ്ററിൻ്റെ പുറത്ത് വെന്റിലേറ്ററിൽ കിടക്കുക കുഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ്. ഞങ്ങൾ ഓരോരുത്തരും മാത്രമേ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഞാനും അവിടെ ഇരിക്കുക. ഉടമ്പടി ധ്യാനം തുടങ്ങി.
ഞാൻ മൊബൈലെടുത്ത് പൊക്കിപ്പിടിച്ച് ഉടമ്പടി ധ്യാനത്തിൽ മനസ്സ് മുഴുവൻ ഏകാഗ്രമായി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഇവർക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞിൻ്റെ കണ്ടീഷനും അറിയാം, ബാക്കി പാരൻസ് അവരെല്ലാം അതേ രൂപത്തിൽ തന്നെ വളരെ ഭക്തിയോടെ ഇരിക്കുകയാണ്. മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അവസാനം അച്ഛൻ്റെ സൗഖ്യപ്രാർത്ഥന ഈ സമയത്ത് അറിയാതെ കുഞ്ഞ് ഇതിൻ്റെ അപ്പുറത്ത്, മതിലിൻ്റെ അപ്പുറത്ത്, വെൻറ്റിലേറ്റർ റൂമിൻ്റെ അപ്പുറത്ത് റമ്പിൽ, ഞാൻ അറിയാതെ എഴുന്നേറ്റ് ഈ മൊബൈൽ കുഞ്ഞിൻ്റെ നേരെ പിടിച്ചുകൊണ്ട്, അപ്പോൾ വിശുദ്ധ കുർബാനയുണ്ട്, അമ്മയുണ്ട്, വിശുദ്ധ കുരിശുണ്ട് മൊബൈലിൽ അല്ലേ, ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ ഞാനിങ്ങനെ കുഞ്ഞിൻ്റെ നേരെ പിടിച്ചിരിക്കുക. എനിക്കറിയാം ഇന്നിവിടെ എന്തെങ്കിലും സംഭവിക്കും. കാരണം ഉടമ്പടിയുടെ ഏറ്റവും വലിയ മുഹൂർത്തമായ ധ്യാനം നടക്കുക. അവസാനം ഞാനൊരു വാക്ക് കേട്ടു, വെന്റിലേറ്ററിൽ കഴിയുന്ന കുഞ്ഞ് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നു. ബഹുമാനായ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയുടെ അനുഭവം. ഞാൻ ഉച്ചത്തിൽ അറിയാതെ എൻ്റെ അമ്മയെന്ന് വിളിച്ചപ്പോഴേ ഞാൻ നോക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസൽമാനും എല്ലാം ഇതിങ്ങനെ കരംകൂപ്പി കുനിഞ്ഞു നിൽക്കുകയാണ്. അവരെല്ലാം പ്രാർത്ഥനയിലാണ്. ഒരു വലിയ കൂട്ട പ്രാർത്ഥന അവിടെ നടന്നു. വൈകിട്ട് 6:30 ഡോക്ടർ മോഹൻ സാറ് സർജൻ റൗണ്ട്സ് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, എന്താണ് കണ്ണീരൊക്കെ മാറിയില്ലേ? ഞാൻ പറഞ്ഞു, മാറി ഡോക്ടറെ, എനിക്ക് ഉറപ്പുണ്ട്. വെന്റിലേറ്റർ ഓഫ് ചെയ്തു, കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ കറക്റ്റായി. ഞാൻ സമയം ചോദിച്ചു. ഇവിടെ അമ്മ കരമുയർത്തി ആശീർവദിച്ച നിമിഷം എൻ്റെ കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവല്, ഈ പൊന്നുമോൻ്റെ ഓക്സിജൻ ലെവല് നേരെ കറക്റ്റായി കിട്ടി. വെന്റിലേറ്റർ ഓഫ് ചെയ്തു. നിങ്ങൾ ഓർക്കണം, ചബ്ബി ബേബി എന്ന് പറഞ്ഞതാണ് ഈ കുഞ്ഞിനെ. ഞാൻ കണ്ടതാണ്, എൻ്റെ മോളും കണ്ടതാണ്. കരച്ചിലായിരുന്നു ഞങ്ങൾ. നിങ്ങൾ ആ പൊന്നുമോൻ്റെ മുഖമൊന്ന് നോക്കിക്കേ. വൈദ്യശാസ്ത്രം പറഞ്ഞ ചബ്ബി ബേബി ആണോ നമ്മുടെ പൊന്നോമന? ഇത് അമ്മയുടെ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ 47-ാം ദിവസം ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് വരുമ്പോൾ ആർക്കും പ്രവേശനമില്ല. സെക്യൂരിറ്റിയോട് വിത്ത് പെർമിഷൻ ചോദിച്ച് നേരെ ഇവിടെ വന്നപ്പോൾ ഭാഗ്യത്തിന് അച്ഛൻ്റെ ആരാധന നടയിൽ നടക്കുകയാണ്. പ്രത്യാശയോടെ, നന്ദിയോടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. നന്ദിയോടെ കുഞ്ഞിനെ ഞാനിങ്ങനെ പൊക്കി പിടിച്ച് അമ്മയുടെ മടിത്തട്ടിൽ കിടത്തുന്നതായി ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട് ഈശോയോട് പറഞ്ഞു, ഇനി അപ്പുറം ഞങ്ങൾക്ക് നന്ദിയില്ല. ആരാധന കഴിഞ്ഞ് അച്ഛൻ വന്ന് കുഞ്ഞിനെ തലോടി ബ്ലെസ് ചെയ്തിട്ട് പറഞ്ഞു, ഇതാണ് അമ്മ, അച്ചായൻ്റെ കൂടെ നടക്കുന്ന അമ്മ. അതെ, ഇതാണ് അമ്മ. ഞാൻ ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് കഴിഞ്ഞവനാണ്. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചതാണ്. എൻ്റെ അവസാനം വന്നത് വോക്കൽ കോഡിനാണ്. ശബ്ദം പോയെന്ന് പറഞ്ഞു. 10 മടങ്ങ് ശക്തിയോടെ ശബ്ദം അമ്മ തിരിച്ചു തന്നു. എന്നെ പാലിയേറ്റീവ് കെയറിലാണ് ഡോക്ടർ കൊണ്ട് ആക്കിയത്, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചിട്ട്. അന്ന് ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഒരു സംസ്ഥാന ലെവലിൽ വർക്ക് ചെയ്യേണ്ടിരുന്ന. അന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ, ഇനി എൻ്റെ നാവ്, എൻ്റെ ശബ്ദം അമ്മയ്ക്കാണ്. അങ്ങനെ രാഷ്ട്രീയത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളെയും ഉപേക്ഷിച്ച് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്നും പ്രതിജ്ഞയോടെ ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു. അമ്മേ, നന്ദിയുടെ 1000 നറുമലലുകൾ. ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വ്യക്തിപരമായ ജീവിതത്തിലും ഏറെ പ്രത്യേകിച്ച് തൻ്റെ കൊച്ചു മകൻ്റെ ജീവിതത്തിലും എങ്ങനെയാണ് അമ്മ ഇടപെട്ടതെന്ന് വളരെ വ്യക്തമായിട്ടും വളരെ ക്ലിയറായിട്ടും ഇവിടെ ഈ സഹോദരൻ നമുക്ക് മുൻപിൽ പറഞ്ഞു തന്നു. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വ്യക്തമായിട്ട് അനുഭവിക്കുന്ന ഒരു സമയമെന്ന ഉടമ്പടി ആരാധനയാണ് എന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ഇവിടെ നമുക്ക് പൊതുവായിട്ടൊരു ആരാധനയോ ശുശ്രൂഷ ഒന്നും നടക്കുന്നില്ല. ആകപ്പാടെ നമുക്കുള്ളത് ഈ ഉടമ്പടി ആരാധനയാണ്. ഉടമ്പടി എടുക്കുന്നവരൊക്കെ ഈ ആരാധനയിൽ ഇവിടെ പല സാക്ഷ്യങ്ങളിലും അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറയുന്ന പല സെൻറ്റൻസുകളും ഈ ആരാധനയിൽ നിന്നുള്ളതാണ്. അതിലേറെ പ്രത്യേകിച്ച് ഓരോ ആഴ്ചയിലുള്ള ആരാധനയും ആരും മിസ് ചെയ്യരുതെന്ന് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. ഇവിടെ നിങ്ങൾ ഈ ആരാധന കാണുന്നതുകൊണ്ട് ഇവിടെ
ഒരു പണമായിട്ടൊന്നും ലഭിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനവും സൗഖ്യവും എല്ലാം ആ ആരാധനയിലുണ്ട് എന്ന് ഈ ഒരു സാക്ഷ്യത്തിൽ നിന്നല്ല, എത്രയേറെ സാക്ഷ്യങ്ങളാണ് ഈ ആരാധനയെ റെഫർ ചെയ്യുന്നത്. ഒപ്പം പരിശുദ്ധ അമ്മ വിളിച്ച വിളിപ്പുറത്ത് വിശ്വസിക്കുന്നവരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഈ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ടപ്പോൾ കുഞ്ഞുമായിട്ട് വന്ന് നമുക്ക് മുമ്പിൽ അമ്മയുടെ വലിയ മധ്യസ്ഥ സഹായം പറഞ്ഞു, വ്യക്തിപരമായ അനുഭവത്തിലും തൻ്റെ ക്യാൻസറിൻ്റെ സമയവും ശബ്ദം പോകുമെന്നും പറയുമ്പോഴും ഇപ്പോൾ വ്യക്തിപരമായ അനുഭവം ഉണ്ടാവുക അതാണ് ഏറ്റവും വലുത്. ഇനി നമ്മൾ പ്രാർത്ഥിച്ച് വേറൊരാൾക്കും കൂടെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനിടവരും. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ലഭിച്ച ഈ അനുഭവങ്ങളെല്ലാം നമ്മളോട് സാക്ഷ്യപ്പെടുത്തി ഈ കുടുംബത്തിൽ ഇനിയും അനേക അമ്മ മാതാവിൻ്റെ അനുഭവവും മധ്യസ്ഥതയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ ദൈവാനുഭവങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.